പിടിയരിയിടിയിലെന്ന് കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ അമ്മമാരുടെ ഒരു സമ്പാദ്യ രീതിയായിരുന്നു അത്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാ അമ്മമാരും ഒന്നും ജോലിക്ക് പോകുന്നില്ലല്ലോ, അച്ഛന്മാരാണല്ലോ ജോലി ചെയ്യുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ. അപ്പോൾ അവർക്ക് അടുക്കള ചെലവിന് കൊടുക്കുന്ന അമ്മമാരുടെ കൊടുക്കുന്ന പൈസയിൽ നിന്ന് അവരൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിന് ഡെയിലി അരി, ചോറ് വയ്ക്കാനുള്ള അരി എടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടിയോ 2 പിടിയോ അരി മാറ്റി വെക്കും. മാറ്റി മറ്റൊരു കലത്തിനകത്തോട്ട് വെക്കും. അപ്പോൾ അത് ഒരാഴ്ചത്തെ അരിയാകും, അല്ലെങ്കിൽ ഒരു മാസത്തെയൊക്കെ അരിയാകുമ്പോഴത്തേക്കിന് അവരെന്ത് ചെയ്യും, ഈ അരി ചിലവിനെടുത്തിട്ട് ആ അരിയുടെ പൈസ അവർ മാറ്റി വയ്ക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു അന്നത്തെ അമ്മമാരൊക്കെ സമ്പാദിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് എപ്പോൾ ചോദിച്ചാലും ജോലിയില്ലാത്ത അമ്മമാരാണെങ്കിലും ഒരു 50 രൂപ, 100 രൂപ, 200 രൂപയൊക്കെ എടുക്കാൻ കാണും. അപ്പോൾ അതിൽ നിന്ന് അവർ വീട്ടിലെ എന്തെങ്കിലുമൊക്കെ നല്ല ഫർണിച്ചറൊക്കെ വാങ്ങിക്കുക, അല്ലെങ്കിൽ മക്കൾക്ക് ചെറിയ കമ്മൽ, അങ്ങനെ എന്തെങ്കിലും സ്വർണത്തിൻ്റെയൊക്കെ വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്ന് അങ്ങനെയായിരുന്നു. ഇപ്പോഴല്ലേ എല്ലാവരും ജോലിക്ക് പോകുന്നതും എല്ലാവർക്കും പൈസ ഉള്ളതൊക്കെ. അന്നത്തെ അത് പിടിയരിയിടിയിൽ ഓരോ പിടി, ഒരു പിടി അരി നമ്മുടെ ഒരു ദിവസം ഒരു പിടി അരി കുറയ്ക്കുമ്പോൾ നമുക്ക് വലിയ വ്യത്യാസമൊന്നും അറിയത്തില്ല. അങ്ങനെ എല്ലാ ദിവസവും ഓരോ പിടി മാറ്റും, അല്ലെങ്കിൽ ഈ 2 പിടി മാറ്റി വെക്കുമ്പോഴത്തേക്കിന് നല്ലൊരു കുറച്ച് പൈസ അവർക്ക് അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ അവർ പണ്ട് സമ്പാദിച്ചിരുന്നു. കേട്ടിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും?